ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കിഡിലൻ റിസൾട്ട് തരുന്ന ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ചൂടും അതുപോലെ തന്നെ വെയിലൊക്കെ നമ്മളുടെ സ്കിന്നിലേക്ക് ഏൽക്കുന്നൊരു ടൈമും കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഒത്തിരി സ്കിന്നിൽ പ്രോബ്ലംസും ഉണ്ടാവുന്നുണ്ട്. ടാൻ അടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ട്, നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് ഡൾ ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് വീഡിയോ എന്നും എങ്ങനെയാണ് ഈ ഒരു പാക്ക് റെഡി ആക്കേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കുന്നത് ലിക്വറൈസ് പൗഡറാണ് കേട്ടോ. അതായത് നമ്മളുടെ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ. അത് നമ്മളുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് തരുന്നതാണ് കേട്ടോ. സ്കിന്ന് ബ്രൈറ്റൻ ആവാനും അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും ടാൻ മാറാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഫേസിന് ആവശ്യമായിട്ടുള്ളൊരു അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു അര സ്പൂണോളം മതി. നമ്മൾ എത്രയാണോ നമ്മുടെ ഫേസിന് വേണ്ടത് അത്രയും എടുക്കുക. അതിൻ്റെ അകത്തേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയുടെ നീരാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം കിട്ടുന്നോ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അലോവേരയാണ്. നാച്ചുറലായിട്ടുള്ള അലോവേരയുടെ ഒരു ചെറിയ പീസ് എടുക്കുന്നുണ്ട്. എന്നിട്ടത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് മാത്രം ഇതുപോലെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മിക്സിയുടെ ജാറിലിട്ടൊന്നും അടിക്കണ്ട. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ എടുത്തിരുന്നാൽ മതി. ഇങ്ങനെ അരിച്ചരിച്ചിങ്ങനെ എടുത്തിരുന്നാൽ മതി. അന്നേരം ആ ഒരു ജെല്ല് ഫോമായിട്ട് മാത്രം കിട്ടും. നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് തൈര്. എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നതാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ടാൻ മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഈ ഒരു തൈര് എന്ന് പറയുന്നത്. സ്കിന്ന് സോഫ്റ്റ് ആവാനും അതുപോലെ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് തൈര്. അപ്പോൾ ഞാനിത് എപ്പോഴും ഫേസ് പാക്കിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ തൈര്. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ച് തൈരും കൂടി എടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ അലോവേരയുടെ ജെല്ല് നാച്ചുറലായിട്ടുള്ളത് എടുക്കുന്നത് കൊണ്ട് കുറച്ച് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് താമസമുണ്ട്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ ഇതേപോലെ ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം മേക്കപ്പ് ഒന്നും ഇല്ലാത്തൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ഫേസിലോട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്ലീൻ ആയിട്ടുള്ള ഫേസിലോട്ട് നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലൂസായിട്ടാണ് നമ്മുടെ പാക്ക് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഫേസ് പാക്ക്. അപ്പോൾ നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കഴുത്തിലും അതുപോലെ തന്നെ ചെവിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം നല്ല രീതിയിൽ റിസൾട്ടുണ്ട്. ടാൻ മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ്. അതുമാത്രമല്ല, ഡാർക്ക് മാർക്കുകൾ മാറുന്നുണ്ട്. അതുപോലെ പിഗ്മെൻറ്റേഷൻ, നമ്മുടെ പിമ്പിൾസൊക്കെ വന്നിട്ടുള്ള മാർക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ ഒന്ന് ലൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവും, നല്ല രീതിയിൽ സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, ഡള്ളായിട്ടിരിക്കുന്ന സ്കിന്നൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കട്ടിയായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് അങ്ങനെ ഡ്രൈ ആവാൻ നിൽക്കണ്ട. ഏകദേശം ഒരു ഉണങ്ങുന്ന ഒരു ടൈമിൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ടൊന്ന് സ്ക്രബും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു 2 അല്ലെങ്കിൽ ഒരു 3 തവണ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വേറെ കെമിക്കലൊന്നും അല്ലല്ലോ, നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.